ഹലോ, ഇന്ന് നമുക്ക് ലാപ് ദ ലേഡീസ് എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. നായകൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് തന്റെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ട്രെയിനിൽ വെച്ച് വധു മാറിപ്പോകുന്നു. നാട്ടിലെത്തിയപ്പോഴാണ് അവൻ ആ സത്യം മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ അവന്റെ ഭാര്യ എവിടെ പോയി, കൂടെ വന്ന പെൺകുട്ടി ആരാണ്, അവളുടെ ഉദ്ദേശം എന്താണ്, യഥാർത്ഥ ഭാര്യയെ അവന് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ 2001 കാലഘട്ടമാണ് കാണിക്കുന്നത്. ഒരു ചെറിയ ഗ്രാമം. അവിടെ ദീപക്, കുമാരി എന്നിങ്ങനെ രണ്ടുപേർക്ക് വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം കുമാരിയെ ദീപകിന്റെ വീട്ടിലേക്ക് അയക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. കുമാരിയാണെങ്കിലോ തലയിലൂടെ തട്ടമൊക്കെ ഇട്ടിരിക്കുകയാണ്. അവരുടെ ആചാരപ്രകാരം തലയിലൂടെ തട്ടമൊക്കെ ഇട്ട് ഭർത്താവിനെ കാണാനേ പാടില്ല. മാത്രവുമല്ല, അന്നൊക്കെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് ഭർത്താവുമായി ഇപ്പോഴത്തെ പോലെ സംസാരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്തതിനാൽ ഭാര്യയുടെ സൗണ്ട് പോലും ഭർത്താവിന് അറിയത്തേയില്ല. വിവാഹ ദിവസമാണ് ഭാര്യയും ഭർത്താവും കണ്ടുമുട്ടുന്നത് പോലും. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ദീപക്കും കുമാരിയും ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോകും വഴി ആഭരണങ്ങളൊക്കെ ധരിക്കുന്നത് സേഫ് അല്ല എന്ന് കരുതി ദീപക്കാണെങ്കിലോ ആഭരണങ്ങളൊക്കെ ഊരി വാങ്ങി തന്റെ ബാഗിലേക്ക് മാറ്റും. അങ്ങനെ ട്രെയിനിൽ കയറുകയാണ്. ദീപക്കും കുമാരിയും കയറിയ അതേ ബോഗിയിൽ തന്നെ മറ്റൊരു വധുവും വരനും കയറുകയാണ്. ഇവർ ധരിച്ചിരുന്ന അതുപോലുള്ള ഡ്രസ്സ് തന്നെയാണ് അവരും ധരിച്ചിരുന്നത്. അതിലെ വധുവാണെങ്കിലോ കുമാരിയെ പോലെ തന്നെ തലയിലൂടെ തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട്. ആ നാട്ടിലുള്ളവരെല്ലാം ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സാകാം ധരിക്കുന്നത്. കുമാരിയെ പോലെ തന്നെ ആ ഒരു വധുവും തലയിലൂടെ തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സുമാണല്ലോ ഇട്ടിരിക്കുന്നത്. ഒരു സ്ഥലം എത്തിയപ്പോൾ ദീപക്കിന് വാഷ്റൂമിൽ പോകുവാനായി തോന്നി. അങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് ദീപക് തിരിച്ചു വരുന്ന സമയം കുമാരിയുടെ അടുത്ത് അവന് സ്ഥലമില്ല. ഒരുപാട് ആളുകൾ അവിടെ തിങ്ങി നെരിഞ്ഞിരിക്കുകയാണ്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴോ ദീപക് അവരുടെ ഓപ്പോസിറ്റ് ചെന്നിരിക്കുകയാണ്. അങ്ങനെ സമയം രാത്രിയായി. ദീപക് നല്ല ഉറക്കത്തിലായിരുന്നു. ദീപകിന് ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോഴോ വെപ്രാളപ്പെട്ട് തന്റെ ഭാര്യയും വിളിച്ച് ദീപക് സ്റ്റേഷനിലേക്കും ഇറങ്ങുകയാണ്. അവളും അവനോടൊപ്പം ഇറങ്ങി. അങ്ങനെ അവർ അവിടെ നിന്നും ബസ് കയറി തന്റെ നാട്ടിലേക്കും എത്തുകയാണ്. നാട്ടിലെ ദീപകിനെയും കുമാരിയെയും സ്വീകരിക്കുവാനായിട്ട് അവന്റെ കുടുംബവും കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരും. ആരതി ഒഴിയുന്ന സമയമായിരുന്നു. രണ്ടുപേർക്കും സിന്ദൂരം തൊടിയിക്കണമല്ലോ. അങ്ങനെ വധുവിനോട് തട്ടം മാറ്റുവാനായി പറഞ്ഞു. തട്ടം മാറ്റിയപ്പോഴാണ് എല്ലാവരും ഷോക്കായി പോകുന്നത്. സത്യത്തിൽ അത് കുമാരിയല്ലായിരുന്നു. എങ്കിൽ നിന്റെ പേരെന്താണെന്ന് അവിടെയുള്ളവരൊക്കെ ചോദിക്കുമ്പോഴോ അവൾ അവളുടെ പേര് പുഷ്പ എന്ന് കള്ളം പറയുന്നു. യഥാർത്ഥത്തിൽ അവളുടെ പേര് ജയ എന്നാണ്. നിന്റെ ഭർത്താവിന്റെ പേരെന്തെന്ന് അവിടെയുള്ളവരൊക്കെ ചോദിക്കുമ്പോഴോ ഒരു നിമിഷത്തേക്ക് അവൾ ഒന്ന് ആലോചിക്കും. അതൊക്കെ കാണുന്ന ദീപകിന്റെ അമ്മ പറയും, ഭർത്താവിനെ ബഹുമാനിക്കുന്ന സ്ത്രീകൾ ആരും ഭർത്താവിന്റെ പേരൊന്നും പറയത്തില്ല എന്ന് പറയുന്ന അതേ സമയം തന്നെ ഉടനെ തന്നെ ജയ അവളുടെ ഭർത്താവിന്റെ പേര് പ്രദീപ് എന്നുള്ളത് മറച്ചു വെച്ചിട്ട് പ്രമോദ് എന്ന് കള്ളം പറയും. അതൊക്കെ കേൾക്കുന്ന നാട്ടുകാരാണെങ്കിലോ അയ്യോ, ഭർത്താവിന്റെ പേര് ഇവൾ പറഞ്ഞല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ജയയെ തന്നെ നോക്കുകയാണ്. അതെല്ലാം കാണുന്ന ദീപകിന്റെ അച്ഛനാണെങ്കിലോ അന്നത്തെ ദിവസം ദീപകിന്റെ ചേട്ടത്തിയമ്മയോടൊപ്പം അവളോട് താമസിക്കുവാനായും പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് പ്രദീപ് കുമാരിയെ കൊണ്ട് സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. കുമാരിയെ കാണുന്ന പ്രദീപിന് ജയയെ മിസ്സായി എന്ന കാര്യം മനസ്സിലാകും. ഉടനെ തന്നെ പ്രദീപ് ജയയെ അന്വേഷിച്ചും പോകും. കുമാരിയാണെങ്കിലോ തന്റെ ഭർത്താവായ ദീപകിനെ അന്വേഷിക്കുകയാണ്. ദീപകിനെ മിസ്സായെന്ന കാര്യം കുമാരിക്ക് മനസ്സിലായി. കുമാരി ഒരുപാട് അവനെ അന്വേഷിക്കും. പക്ഷെ അവിടെയെങ്ങും കാണാത്തതിനാൽ അവൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ദീപക്കും കുമാരിയെ അന്വേഷിച്ച് റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ എത്തുകയാണ്. അതേസമയം ജയ ആണെങ്കിലോ എല്ലാവരും ഉറങ്ങുന്ന സമയമായിരുന്നു. ആരും അറിയാതെ വീടിന് പുറത്തിറങ്ങി അവളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഓണാക്കും. സത്യത്തിൽ അത് ഭർത്താവായ പ്രദീപിന്റെ മൊബൈൽ ഫോൺ ആയിരുന്നു. പ്രദീപ് ഉറങ്ങിയ സമയം നോക്കി ജയ ആ ഫോൺ കൈക്കലാക്കി. എന്നിട്ട് അതിലുണ്ടായിരുന്ന കോണ്ടാക്ട് നമ്പർ എല്ലാം അവൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അന്നേ ദിവസം രാത്രി കുമാരി റെയിൽവേ സ്റ്റേഷനിലെ ബാത്റൂമിലൊക്കെ കിടന്നുറങ്ങി നേരം വെളുപ്പിക്കും. രാവിലെ ആയപ്പോഴോ അവൾ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഭ്രാന്തൻ അവളെ ഓട്ടിക്കുകയാണ്. അവൾ പേടിച്ചോടുമ്പോൾ ചോട്ടു എന്നൊരു പയ്യന്റെ ദേഹത്തേക്ക് അവൾ വന്ന് വീഴും. അവളുടെ രൂപവും അവളുടെ വെപ്രാളവും ഒക്കെ കാണുന്ന ചോട്ടുവിന് അവൾ മിസ്സായ ആളാണെന്ന കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ ചോട്ടു അവളെയും കൂട്ടി സ്റ്റേഷൻ മാസ്റ്ററിന് അടുത്തേക്ക് പോവും. സ്റ്റേഷൻ മാസ്റ്ററിനോട് കുമാരി കാര്യം തുറന്നു പറയും. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിലോ അവളുടെ ഭർത്താവിന്റെ പേരെന്തെന്ന് ചോദിക്കുമ്പോൾ കയ്യിലിട്ടിരിക്കുന്ന മൈലാഞ്ചി കാണിച്ചു കൊടുക്കും. എവിടെയാണ് സ്ഥലമെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അതും അറിയത്തില്ല. ഏതോ പൂവിൽ തുടങ്ങുന്ന സ്ഥലമാണെന്നാണ് അവൾ പറഞ്ഞതും. എങ്കിൽ അവരുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അതും അറിയത്തില്ല. അങ്ങനെ സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിലോ സമയം മെനക്കെടുത്താതെ പോ എന്നുള്ള രീതിയിൽ അവളെ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. മറ്റൊരു വശത്ത് ദീപക് കൂട്ടുകാരോടൊപ്പം സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുവാനായി പോയി. പുഷ്പയെ കൂടെ വിളിക്കുമെങ്കിലും അവൾ പോകാൻ തയ്യാറായില്ല.
അങ്ങനെ ദീപക് കൂട്ടുകാരോടൊപ്പം സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കുവാനായി എത്തിയിരിക്കുകയാണ്. തന്റെ ഭാര്യയെ കളഞ്ഞുപോയി എന്നുള്ള കാര്യം അവൻ തുറന്നു പറയുമ്പോൾ പോലീസ് ഓഫീസർ ആണെങ്കിലോ അത് വലിയ കാര്യമായി എടുത്തില്ല. അയാളാണെങ്കിൽ കൈക്കൂലിയുടെ ആളാണ്. തന്റെ ഭാര്യയായ കുമാരിയെ മിസ്സായി, പകരം പുഷ്പ എന്നൊരു പെൺകുട്ടി അവന്റെ കൂടെ വന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്ന പോലീസ് ഓഫീസർ, നിനക്ക് മാത്രം എന്താടാ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, എനിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ തമാശയൊക്കെ പറയുകയാണ്. എന്നിട്ട് മുൻപൊരു കേസ് സോൾവ് ആക്കി കൊടുത്തതിന് 10,000 രൂപ അയാൾ കൈക്കൂലി വാങ്ങി. ഈ ഒരു കേസ് സോൾവ് ആക്കണമെങ്കിൽ 15,000 രൂപ തരണമെന്ന് പറയും. അവരാണെങ്കിലോ അതിന് സമ്മതിക്കുകയും ചെയ്യും. ദീപകിന്റെ കൂട്ടുകാരനായ കുഞ്ചനാണെങ്കിൽ 5,000 രൂപ പോലീസിന് കൊടുത്തിട്ട് കൗൺസിലറിനെ ഞങ്ങൾക്കറിയാവുന്നതാണ് എന്ന് പറയുമ്പോൾ 5,000 രൂപയും വാങ്ങിവെച്ച ആ ഒരു ഇൻസ്പെക്ടർ ആണെങ്കിലോ അവരുടെ കേസ് രജിസ്റ്റർ ചെയ്യും. ദീപകിന്റെ ഭാര്യയായ കുമാരിയെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദീപക് തന്റെ കല്യാണ ഫോട്ടോ കൊടുക്കും. പക്ഷേ അതിൽ കുമാരി തട്ടമിട്ടിട്ടുണ്ടായിരുന്നു. ഇത് വെച്ച് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ, എന്തെങ്കിലും അടയാളമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ മൂക്കിന് താഴെയായി ചെറിയൊരു കറുത്ത അടയാളമുണ്ടെന്നവൻ പറയും. എങ്കിൽ ശരി, നമുക്ക് കണ്ടുപിടിക്കാനായി ശ്രമിക്കാം എന്ന് പറഞ്ഞ ആ പോലീസ് ഓഫീസർ അടുത്ത ദിവസം പുഷ്പയെ കൂട്ടിക്കൊണ്ടുവരുവാനായും പറയുകയാണ്. എന്നാൽ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലോ കുമാരി വല്ലാതെ വിശന്ന് വലഞ്ഞു നിൽക്കുകയാണ്. കുമാരിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ ചോട്ടുവാണെങ്കിലോ അവളെയും കൂട്ടിക്കൊണ്ട് അവിടെയുള്ളൊരു ആന്റിയുടെ കടയിലേക്ക് പോകും. എന്നിട്ട് അവരോട് നടന്ന കാര്യമെല്ലാം തുറന്നു പറയുകയാണ്. കുമാരിയുടെ കഥയൊക്കെ കേട്ട ആ ഒരു ആന്റി ആണെങ്കിലോ, എങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പൊക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റത്തില്ല, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോകേണ്ടത് എന്ന് പറയും. എങ്കിൽ ശരി, നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ അഡ്രസ്സ് അറിയാമെങ്കിൽ അങ്ങോട്ട് പൊക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും അവൾക്ക് അറിയില്ല എന്നവൾ പറയും. അത് കേൾക്കുന്ന ആന്റിയാണെങ്കിലോ, ഇങ്ങനെയാണോ നിന്റെ അമ്മ നിന്നെ വളർത്തി വെച്ചിരിക്കുന്നത്, ഒരു കാര്യവും അറിയാത്ത രീതിയിൽ? അല്ല, എനിക്ക് നന്നായി തയ്യലറിയാം, പാചകം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അത് കേൾക്കുന്ന ആന്റിയാണെങ്കിലോ, എന്നാൽ ശരി, നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനുള്ള അഡ്രസ്സ് അറിയാമോ? ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുമാരിക്ക് അതിന് മറുപടി ഒന്നുമില്ല. എന്നാൽ പ്രദീപ് തന്റെ ഭാര്യയായ ജയയെ കാണുന്നില്ലെന്ന് പോലീസ് സ്റ്റേഷനിലെത്തി കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഈ പ്രദീപ് ആദ്യമൊന്ന് വിവാഹം കഴിച്ചതാണ്. ആ ഭാര്യയെ ചുട്ടുകൊന്നതിന് ശേഷം രണ്ടാമത് കല്യാണം കഴിച്ചതാണ് ജയയെ. അങ്ങനെ ദീപക് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം വീട്ടിലെത്തുമ്പോഴോ അവിടെ ജയയെ കാണുന്നില്ല. ജയ സത്യത്തിൽ അവളുടെ പേര് പുഷ്പ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പുഷ്പ എവിടെയെന്ന് അവൻ അന്വേഷിക്കുമ്പോഴോ കാണുന്നില്ല എന്നാണ് വീട്ടുകാർ മറുപടി പറഞ്ഞത്. അതേസമയം പുഷ്പ തലയിലൂടെ തട്ടമൊക്കെ ഇട്ട് നടന്നു വരികയാണ്. എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴോ അമ്പലത്തിൽ പോയി എന്നവൾ മറുപടി പറയും. എന്നാൽ ദീപകിന്റെ അച്ഛനാണെങ്കിലോ, ഞാൻ അമ്പലത്തിൽ വന്നപ്പോൾ അവിടെയൊന്നും നിന്നെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഈ നാട്ടിൽ പുതിയതല്ലേ, അതുകൊണ്ട് ആർക്കും മനസ്സിലാകാതിരിക്കാനാണ് തലയിലൂടെ തട്ടമിട്ട് പോയത്, അതുകൊണ്ടാണ് അച്ഛൻ അവിടെ വെച്ച് എന്നെ കാണാത്തതെന്നും അവൾ മറുപടി പറയുന്നു. അന്ന് രാത്രി തന്നെ ജയ തന്റെ ഫോണിൽ പുതിയ സിം ഇടുകയാണ്. അവൾ അമ്പലത്തിൽ പോയതല്ല, യഥാർത്ഥത്തിൽ അവൾ സിം എടുക്കുവാനായി പോയതാണ്. അടുത്ത ദിവസം ദീപക് കംപ്ലൈന്റ് കൊടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫാക്സ് വരികയാണ്. അത് പ്രദീപ് തന്റെ ഭാര്യയായ ജയയെ കാണുന്നില്ല എന്നൊരു കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ, അതിന്റെ ഫാക്സ് ആണ് വന്നത്. അത് പരിശോധിച്ച് നോക്കുന്ന പോലീസ് ഓഫീസറിന് ഒരു കാര്യം മനസ്സിലായി. ജയ എന്നൊരു പേരൊഴിച്ച് ബാക്കി ട്രെയിനിന്റെ നമ്പർ, ഇറങ്ങിയ സ്റ്റേഷൻ എല്ലാം കറക്റ്റാണ്. അങ്ങനെ പോലീസ് ഓഫീസറിനെ സംശയം വരികയാണ്. പോലീസ് ഓഫീസർ ഉടനെ തന്നെ ആ ഒരു സ്റ്റേഷനിലേക്ക് കോൾ ചെയ്യും. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. പ്രദീപിന്റെ കാണാതായ ഭാര്യ 20 പവൻ സ്വർണം ധരിച്ചിട്ടുണ്ട് എന്ന കാര്യം. അത് കേട്ട പോലീസ് ഓഫീസറിന്റെ കണ്ണ് മഞ്ഞളിക്കും. കാര്യം 20 പവൻ സ്വർണം, അതിൽ നിന്ന് എന്തെങ്കിലും ഒപ്പിക്കാമെന്ന് അയാൾ കരുതുകയാണ്. അന്നേ ദിവസം തന്നെ തിരക്കി ആരും വരാത്തതിൽ വിഷമിച്ചു നിൽക്കുന്ന കുമാരിയെ കാണുന്ന ചോട്ടുവാണെങ്കിലോ ആ കട നടത്തുന്ന ആന്റിയുടെ വീട്ടിൽ തന്നെ കുമാരിയെ താമസിപ്പിക്കും. ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവളെ തിരക്കി ആരും വരാത്തതിനാൽ ഓസിയിൽ കഴിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ആ കടയിൽ ആന്റിക്ക് സമൂസയും ഒക്കെ ചുട്ടുകൊടുക്കുവാനായും അവൾ തീരുമാനിക്കുന്നു. തന്റെ ഭർത്താവ് വരുമ്പോൾ അവളെ മനസ്സിലാകണമല്ലോ, അതിനുവേണ്ടി വിവാഹവസ്ത്രം പോലും മാറാതെ നിൽക്കുകയാണ് കുമാരി. അടുത്ത ദിവസം ദീപക് ജയയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്കും എത്തുകയാണ്. പോലീസ് ജയയോട് നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ പുഷ്പ എന്നവൾ പറയും. എന്നിട്ട് നിന്റെ സ്ഥലം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഛത്തീസ്ഗഡ് എന്ന് പറയുകയാണ്. അവർ വന്ന ട്രെയിൻ റൂട്ടിനും ഛത്തീസ്ഗഡിനും യാതൊരു ബന്ധവുമില്ല. നിന്റെ ഭർത്താവിന്റെ സ്ഥലം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്നവൾ മറുപടിയും പറയുന്നു. പ്രദീപ് കൊടുത്തിരുന്ന കംപ്ലൈന്റിൽ ഭാര്യയുടെ അടയാളമായി കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുഷ്പയുടെ കൈ പിടിച്ചു നോക്കുമ്പോൾ അതിൽ ശ്രേയ എന്ന് പച്ച കുത്തിയിട്ടുണ്ട്. ഈ ശ്രേയ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് മുത്തശ്ശി എന്നെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേരാണെന്നവൾ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ആ ഒരു പോലീസ് ഓഫീസറിനെ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്നാൽ ശരി, ഇവളുടെ ഫോട്ടോ എടുത്ത് എല്ലാ സ്റ്റേഷനിലേക്കും അയക്കുവാനായി പോലീസ് ഓഫീസർ പറയുമ്പോഴോ ഫോട്ടോ എടുക്കാൻ നേരം അവൾ തട്ടമിട്ടിട്ടാണ് ഫോട്ടോ എടുക്കാൻ നിന്നത്. തട്ടം മാറ്റുവാനായി പറയുമ്പോഴോ പറ്റത്തില്ല,
ഞങ്ങളുടെ ആചാരപ്രകാരം ഫോട്ടോ എടുക്കുമ്പോഴും തട്ടമിടണമെന്ന് അവൾ പറയും. പ്രശ്നമാക്കണ്ട എന്ന് ചിന്തിച്ച പോലീസ് ഓഫീസർ ഫോട്ടോ എടുക്കണ്ട എന്ന തീരുമാനത്തിലെത്തും. അങ്ങനെ പുഷ്പ പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് പോലീസ് ഓഫീസർ മനഃപൂർവ്വം ജയ എന്ന് വിളിക്കുകയാണ്. ജയ എന്ന പേര് കേട്ടതും അവൾ പോലീസ് ഓഫീസറിനെ നോക്കിയിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഇറങ്ങി പോവുകയാണ്. പോലീസ് ഓഫീസറിന് അവൾ പുഷ്പ എന്ന പേര് കള്ളം പറഞ്ഞതാണെന്നും യഥാർത്ഥത്തിൽ പ്രദീപ് തന്റെ ഭാര്യയെ ജയ കാണാതെ പോയി എന്ന് കംപ്ലൈന്റ് കൊടുത്തതിലെ ജയ ഈ പോകുന്ന പുഷ്പയാണെന്ന കാര്യം പോലീസ് ഓഫീസറിന് മനസ്സിലായി. അവൾ എന്തിനിങ്ങനെ ചെയ്യുന്നെന്ന് മാത്രം അവർക്കറിയത്തേയില്ല. അങ്ങനെയിരിക്കെ കുമാരി തന്റെ അമ്മ പറഞ്ഞു കൊടുത്ത ഒരു റെസിപ്പി പരീക്ഷിക്കുകയാണ്, ഒരു പുതിയ സ്വീറ്റ്. അത് കടയിൽ വന്ന എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും കുമാരിയെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു. കുമാരിക്കും ഒരുപാട് സന്തോഷമാകും. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പോലീസ് ഓഫീസർ ജയയെ ഫോളോ ചെയ്യുവാനായി തുടങ്ങി. ഒരു ക്യാമറയുമായി പോയി അവളുടെ ഫോട്ടോ എങ്ങനെയും എടുക്കണമെന്നാണ് പോലീസ് ഓഫീസറിന്റെ പ്ലാൻ. ജയ തന്റെ സ്വർണവുമായി അത് വിൽക്കുവാനാണ് പോയത്. അതിനുശേഷം അവൾ കുറച്ച് കാശ് പോസ്റ്റ് ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഹേമ എന്നൊരു അഡ്രസ്സിലേക്ക് അവൾ പണം അയച്ചതായും പോലീസ് ഓഫീസർ കണ്ടെത്തുകയാണ്. ജയയെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകളും വേണം, അവളുടെ ഫോട്ടോയും ഒപ്പിക്കണമെന്ന് പോലീസ് ഓഫീസർ തീരുമാനിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജയ രാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് തന്റെ സാധനങ്ങളുമായി വീട് വിട്ടിറങ്ങിപ്പോകുവാനായി തീരുമാനിക്കും. അതേസമയമായിരുന്നു കുമാരിയെ അന്വേഷിച്ച് നടന്ന് ഇത്രയും നാളും അവളെ കാണാത്തതിന്റെ സങ്കടത്തിൽ വെള്ളമടിച്ച് വീട്ടിൽ കയറി വരുന്ന ദീപകിനെ കാണുന്നത്. ദീപക് സൈക്കിളിൽ വന്ന് അവൻ ബോധം കെട്ട് തറയിൽ വീഴുകയാണ്. ജയയാണ് കുടിച്ചവശനായി തറയിൽ വീണ് കിടന്ന ദീപകിനെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയത്. ദീപകിന്റെ അവസ്ഥ കണ്ട ജയാണെങ്കിലോ എങ്ങനെയും കുമാരിയെ കണ്ടെത്തി കൊടുക്കണമെന്നും തീരുമാനിക്കും. അവളാലാകുന്ന സഹായമൊക്കെ ചെയ്യുവാനായും അവൾ തീരുമാനിക്കുന്നു. ദീപകിന്റെ ചേട്ടത്തി നന്നായി പടം വരയ്ക്കുമായിരുന്നു. അങ്ങനെ ജയ ചേട്ടത്തിയെ കൊണ്ട് കുമാരിയുടെ ഫോട്ടോ വരപ്പിക്കുകയാണ്. അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് ജയയുടെ ഫോട്ടോ ഫാക്സ് വരും. അത് കാണുന്ന പോലീസ് ഓഫീസറിന് പുഷ്പ എന്നവൾ കള്ളം പറഞ്ഞു നിന്ന കാര്യത്തിന് തെളിവ് കിട്ടിയെന്ന് മനസ്സിലായി. അങ്ങനെ പോലീസ് ഓഫീസർ നേരെ ദീപകിന്റെ വീട്ടിൽ വന്ന് ജയയെ അറസ്റ്റ് ചെയ്യുവാനായും തീരുമാനിക്കും. എന്നിട്ട് ഫാക്സിൽ വന്ന ഫോട്ടോയൊക്കെ കാണിച്ച് ഇവൾ കള്ളിയാണെന്ന് വരുത്തി തീർക്കുകയാണ്. ഇവളുടെ ഭർത്താവ് പ്രദീപാണ്, ഇവൾ മനഃപൂർവ്വം വന്നതാണ് എന്നൊക്കെ പറയും. എന്നാൽ ജയാണെങ്കിലോ താൻ കള്ളിയല്ല എന്നൊക്കെ പറയുകയാണ്. എന്നാൽ അതേ സമയം തന്നെ വീടിനുള്ളിൽ നിന്നും ഫോണും കണ്ടെത്തും. ഫോൺ കണ്ടെത്തുന്നത് കാണുന്ന ദീപകാണെങ്കിലോ ഈ ഒരു ഫോൺ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നീ നിന്റെ നാട്ടിലേക്ക് വിളിച്ചില്ല എന്നൊക്കെ ചോദിക്കും. എല്ലാവരും ജയ കള്ളിയാണെന്ന് വിശ്വസിക്കും. പോലീസ് ഓഫീസർ നേരെ അവളെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ലോക്കപ്പിലാക്കുകയാണ്. അതിനുശേഷം പ്രദീപിനെ വിളിച്ച് വിവരവും അറിയിക്കും. എന്നാൽ മറ്റൊരു വശത്ത് കുഞ്ചനാണെങ്കിലോ ദീപകിനെ കാണാനായി എത്തുമ്പോൾ ജയയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം പറയും. അപ്പോൾ കുഞ്ചൻ പറയും, അവൾ അങ്ങനെ ഒരു കള്ളിയായിരുന്നെങ്കിൽ എന്തിന് കുമാരിയെ കണ്ടെത്താനായിട്ട് അവൾ ശ്രമിക്കണമെന്ന് പറയും. എന്നിട്ട് കുമാരിയുടെ ഫോട്ടോ വരച്ചിട്ട് കാണുവാനില്ല എന്നെഴുതിയിട്ട് ഒരു നമ്പറും കൊടുത്തിരുന്ന ഫോട്ടോ അവനെ കാണിക്കുകയാണ്. അത് കാണുന്ന ദീപകിന് വല്ലാത്ത സങ്കടം. എന്നാൽ ജയ അടിച്ചിറക്കിയ ആ ഒരു നോട്ടീസാണെങ്കിലോ കുമാരി നിൽക്കുന്ന ടീക്കട വരെ എത്തി. കുമാരിക്ക് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും. തന്റെ ഭർത്താവ് തനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുകയാണല്ലോ. അങ്ങനെ ടീക്കട നടത്തുന്ന ആ ഒരു ആന്റിയാണെങ്കിൽ നോട്ടീസുമായി സ്റ്റേഷൻ മാസ്റ്ററിനടുത്തേക്ക് പോകും. എന്നിട്ട് അതിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയാണ്. പക്ഷെ കോള് പോകുന്നതല്ലാതെ ആരും അറ്റൻഡ് ചെയ്യുന്നതേയില്ല. മറ്റൊരു വശത്ത് ജയയെ ചോദ്യം ചെയ്യുമ്പോഴാണ് ജയ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള കഥ കാണിക്കുന്നത്. പണ്ട് പഠിക്കുന്ന സമയത്ത് പഠനമൊക്കെ പൂർത്തിയാക്കി ജയയ്ക്ക് വ്യവസായം ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവളുടെ അമ്മയ്ക്കാണെങ്കിലും എങ്ങനെയും അവളെ വിവാഹം കഴിപ്പിച്ചു വിടണമെന്നായിരുന്നു ആഗ്രഹം. ജയ ആണെങ്കിലോ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രദീപിനെ വിവാഹം കഴിക്കുവാനായും തീരുമാനിച്ചു. ഈ പ്രദീപാണെങ്കിലോ ആദ്യ ഭാര്യയെ കൊന്നൊരാളും കൂടിയാണല്ലോ. ജയയ്ക്കാണെങ്കിൽ ആ വിവാഹത്തിൽ ഒട്ടും താല്പര്യമില്ല. വിവാഹം കഴിഞ്ഞ് വരുന്ന വഴിയെല്ലാം സ്ത്രീധനം കൊടുത്തത് കുറഞ്ഞുപോയി എന്ന പേരിൽ ജയയെ ഒരുപാട് കുറ്റപ്പെടുത്തുമായിരുന്നു. ആ സമയമാണ് ദീപകിനൊപ്പം അവൾ ഇറങ്ങിയതും. ആ ഒരു അവസരം ദൈവമായിട്ട് അവൾക്ക് കൊടുത്തതാണ് ഇതിൽ നിന്നുമെല്ലാം രക്ഷപ്പെടാൻ. പിന്നെ അവൾ കാശയച്ച ഹേമ അവളുടെ സഹോദരിയാണ്. സഹോദരിക്ക് കോളേജിൽ കാശടക്കേണ്ടത് അത്യാവശ്യമാണ്, അതിനാണ് കാശടച്ചതെന്നും അവൾ പറയും. എന്നിട്ട് അവൾ അവളുടെ സ്വർണമെല്ലാം എടുത്തിട്ട് ഈ സ്വർണമെല്ലാം എടുത്തോ, പക്ഷേ എന്നെ ആ പ്രദീപിനൊപ്പം വിടരുതെന്ന് അവൾ കെഞ്ചുകയാണ്. അതേസമയം പ്രദീപും കൂട്ടരും അവിടെ എത്തും. എന്നിട്ട് ഇൻസ്പെക്ടറിന് ഒരുപാട് കാശ് എറിഞ്ഞു കൊടുത്തിട്ട് ജയയെ വിട്ടു തരണമെന്ന് പറയും. കാശ് കിട്ടിയ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിലോ ജയയെ അവർക്കൊപ്പം വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ജയ നിറ കണ്ണുകളുമായി പ്രദീപിനൊപ്പം പോകുമ്പോഴോ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഒരു നിമിഷത്തേക്ക് നിൽക്കുവാനായി പറയും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കാണുന്നില്ല എന്നൊരു കേസ് കൊടുത്തു. നിങ്ങളുടെ ഭാര്യയെ ഞാൻ കണ്ടുപിടിച്ചും തന്നു. എന്നാൽ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ സ്ത്രീധനം ചോദിച്ച് ഉപദ്രവിക്കുന്നു എന്നൊരു കേസ് കൊടുത്തിരുന്നു. നിങ്ങൾ ഒന്നുകിൽ ഇതോടുകൂടി അവളെ ഉപദ്രവിക്കുന്നത് നിർത്തണം, അവളെ അവളുടെ വഴിക്ക് വിടണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിലേക്ക് പോകും. ഇതിലേത് വേണമെന്ന് ചോദിക്കും.
അത് കേൾക്കുന്ന പ്രദീപ് ഒരു നിമിഷത്തേക്ക് പേടിച്ചു പോവുകയാണ്. പ്രദീപ് ജയയെ അവിടെ നിർത്തിയിട്ട് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഇൻസ്പെക്ടർ ആണെങ്കിലോ അവളോട് പറയും, ഈ സ്വർണമെല്ലാം നീ എടുത്തോ, നീ പോയി എന്നിട്ട് നന്നായി പഠിക്കുവാനായും പറയും. ജയയുടെ അവസ്ഥ മനസ്സിലാക്കിയ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിലോ പണത്തിനോടുള്ള ആർത്തി എല്ലാം മറന്ന് അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളോടൊപ്പം നിൽക്കുകയാണ്. അതേസമയം അവൾ അവളുടെ ഫോൺ വാങ്ങി നോക്കുമ്പോൾ 12 മിസ്ഡ് കോൾ കാണുകയാണ്. ആ കോള് കാണുന്ന ജയയ്ക്ക് അത് കുമാരിയുടെ ഭാഗത്തു നിന്നും വന്നതാണെന്ന് മനസ്സിലായി. അങ്ങനെ അവൾ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ കുമാരി ട്രെയിൻ കയറിയ കാര്യം പറയും. ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങുന്നതെന്നും സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞിരുന്നു. അതേസമയം അവിടെ എത്തിയ ദീപക്കിനോട് ജയ ആണെങ്കിൽ കാര്യം തുറന്നു പറയും. അങ്ങനെ ദീപക്കും കൂട്ടുകാരും സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ ആകെ ദീപക് അന്വേഷിക്കും, പക്ഷെ കാണുന്നില്ല. എന്നാൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ദീപക് എന്ന് വിളിച്ചുകൊണ്ട് കുമാരി ഓടി വരികയാണ്. നിറ കണ്ണുകളോടെ ദീപക് ഓടിച്ചെന്ന് കുമാരിയെ കെട്ടിപ്പിടിക്കും. അങ്ങനെ രണ്ടുപേരും ഒന്നാവുകയാണ്. അങ്ങനെ ജയ നാട്ടിലേക്ക് പോകുവാനായി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അതേസമയം ദീപകിന്റെ ചേട്ടത്തി വരച്ച ജയയുടെ ചിത്രം അവൾക്ക് സമ്മാനിക്കും. ജയയ്ക്കാണെങ്കിലോ ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ജയ ദീപകിന്റെ അച്ഛനോടും അമ്മയോടും ബന്ധുക്കളോടും എല്ലാം യാത്ര പറയും. അവിടെ എത്തിയ കുമാരിയാണെങ്കിലോ തന്നെ കണ്ടുപിടിക്കാൻ സഹായിച്ചതിലും ഇത്രയും അവർക്ക് വേണ്ടി ചെയ്തതിലും അവളോട് ഒരുപാട് നന്ദി പറയും. രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ജയ നാട്ടിലേക്ക് ട്രെയിൻ കയറും. അതിനുശേഷം ദീപകും കുമാരിയും ചേർന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കുന്നത് കാണിച്ചും കൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.